പാസ്റ്ററാണ്. എനിക്ക് കത്തുവാസം നമ്മുടെ ഗ്രൂപ്പിൽ ചില നാളായി ജോയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കത്തുവാസം സ്വപ്നം രാവിലെ തുടർന്നുള്ള ശ്രീകർത്താവിന്റെ വചനത്തിൽ നിന്നും വിശാലികൾ കത്തുവാസനെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നല്ല വേളയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, പ്രാർത്ഥനയ്ക്കായി കർത്താവിന്റെ സന്നിധാനത്തിൽ സമയങ്ങൾ എടുത്തു വരുവാൻ ദൈവം നമുക്ക് നല്ലൊരു അവസരം തന്നല്ലോ. ഇത് കണ്ടക്ട് ചെയ്യുന്ന പ്രിയമുള്ളവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് വർഗീസ് വേ പാസ്റ്റർ കുടുംബം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റു കർത്താവിന്റെ ദാസന്മാർ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഡിവൈൻ പ്രെയർ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ദൈവത്താൽ അനുഗ്രഹമായി മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷം. എന്നെ ഈ ടീമിനെ പരിചയപ്പെടുത്തിയത് റോയ് പി ഡേവിഡ് എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസനാണ്. ഇതിൽ ജോയിൻ ചെയ്ത നാൾ മുതൽ വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ദിനങ്ങളായി ഇനിയുള്ള ദിനങ്ങൾ മാറേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് നമ്മെ ഉപയോഗിച്ചിട്ടുണ്ട്. വ്യക്തമായ നിലയിൽ, വ്യത്യസ്തങ്ങളായ നിലകളിൽ കർത്താവ് നമ്മെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലുള്ള സമയങ്ങൾ, നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ, അതിന്റെ മൂല്യം നാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് കാലഘട്ടത്തിന്റെ വളരെ അത്യാവശ്യമായിരിക്കുന്ന സാഹചര്യമാണ്. ദൈവത്തിന് സ്തോത്രം. വേഗത്തിലൊരു തിരുവചനം വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളെ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നതിന് മുമ്പായി ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോസ് ദേവസ്യ. കോഴിക്കോട് ജില്ലയിൽ ഉള്ളേരികൾ അസംബ്ലീസോട് പ്രസ്ഥാനത്തോട് ചേർന്നുള്ള പ്രവർത്തനത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. തികച്ചും പ്രതികൂലമായിരിക്കുന്ന ഒരു സ്ഥലത്തും സാഹചര്യത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. 2001 അവിടെ പ്രവർത്തനം ആരംഭിച്ചു. 2013 സുവിശേഷ വിരോധികളുടെ പ്രയാസങ്ങൾ ഉണ്ടായ നിമിത്തം അവർക്ക് അവിടെ ബുദ്ധിമുട്ടായി മാറി. എന്നാൽ വീണ്ടും അവിടെ തന്നെ താമസിച്ച് പ്രവർത്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കുറെ ആളുകൾ അക്രൈസ്തവ ഭാഗത്തുള്ളവർ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു. അവരൊക്കെ ആ പ്രയാസത്തിന്റെ സമയത്ത് പിരിവാനിടയായി. പിന്നീട് കൂടുതൽ സമയങ്ങളായി. അതിനുശേഷം വീണ്ടും അവിടെ തന്നെ തുടർന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി കുറച്ച് കുടുംബങ്ങൾ പുതുതായിട്ട് അക്രൈസ്തവ ഭാഗത്തുള്ളവരുടെ പ്രാർത്ഥനയിൽ കൂടി വരുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും പ്രത്യേകമായ പ്രാർത്ഥന ഉള്ളിൽ ദേശത്തെ ഓർത്തുണ്ടാകണമേ എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. നമുക്ക് വേദത്തിൽ വചനം വായിച്ചു രണ്ട് കാര്യങ്ങളെ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുന്നു. സ്തോത്രം. എന്റെ നാളുകൾ നെയ്ത്തോടങ്ങളിലും വേഗതയുള്ളത്, പ്രത്യാശ കൂടാതെ അത് കഴിഞ്ഞു പോകുന്നു, അവ കഴിഞ്ഞു പോകുന്നു. എന്റെ നാളുകൾ നെയ്ത്തോടങ്ങളിലും വേഗതയുള്ളത്, പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു എന്നാണ് ഇയ്യോബ് തന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവത്തിന്റെ ദാസൻ, അബ്രഹാമിന്റെ സമകാലികനായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായങ്ങളും 1070 വാക്യങ്ങളുമുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ബൈബിളിൽ ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. ദൈവത്തിന്റെ ഭക്തൻ, പിശാച്, ഈ നിലകളിൽ ഉള്ള വ്യക്തിത്വങ്ങൾ സമ്മേളിക്കുന്ന അതിൻ്റെതായ സംവദിക്കുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. അവിടെ ഇയ്യോബിന് നേരിട്ട തകർച്ചകൾ, ദൈവഭക്തനായിരുന്നിട്ട് പോലും, ദൈവത്തോട് കൂടെ നിന്നിട്ട് പോലും വളരെ തകർച്ചയോടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായ ഇയ്യോബ്. ആ ഇയ്യോബ് തന്റെ ജീവിതയാത്രക്കിടയിൽ എല്ലാം നഷ്ടപ്പെട്ടു. തന്റെ സഹധർമ്മിണി തന്നെ തള്ളി പറഞ്ഞു, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആടുമാടുകൾ സകലതും നഷ്ടപ്പെട്ടിട്ടും ഇയ്യോബ് ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇവയെല്ലാം യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നുള്ള തന്റെ ആ ഒരു സമർപ്പണവും തീരുമാനവും പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഇയ്യോബിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇയ്യോബ് തന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ നാളുകൾ നെയ്ത്തോടങ്ങളിലും വേഗതയുള്ളത്. എന്താണ് ഈ നെയ്ത്തോടം എന്ന് പറയുന്നത്? നെയ്ത്തോടം എന്ന് പറയുന്നത് നെയ്ത്ത് തറിയിൽ പാവുനൂലുകൾക്കിടയിലൂടെ അതിവേഗം ഓടുന്ന ചെറിയ നൂലുകളെ
കടത്തിവിടാൻ അതിവേഗം ഓടുന്ന ഒരു കൊച്ചു ഉപകരണമാണ് നെയ്ത്തോടം എന്ന് പറയുന്നത്. പാവുനൂലുകളെ ഊടുനൂലുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ തക്ക നിലയിൽ പാവുനൂലുകൾക്കിടയിലൂടെ അതിവേഗം ശരവേഗം ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുപകരണമാണ് നെയ്ത്തോടം. നെയ്ത്തോടത്തിന്റെ വേഗത വളരെ വേഗതയിലാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നെയ്ത്തോടത്തെ പോലെയാണ്, അത് ഓടുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും നമ്മെ വിട്ട് കടന്നു പോകുന്നത് എന്നാണ് യോബ് തന്റെ പുസ്തകത്തിൽ പറയുന്നത്. നെയ്ത്തോട് അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങൾ, നമ്മുടെ ആയുസിന്റെ സമയങ്ങൾ നമ്മെ വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത നിലയിൽ, ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നിലയിൽ ആ സമയങ്ങൾ മുന്നോട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വേഗത അതിവേഗത്തിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നെയ്ത്തോട് നമ്മെ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്നാമത്തെ അതിന്റെ കാര്യം എന്ന് പറയുന്നത് സമയം വളരെ വിലയേറിയതാണ് എന്നുള്ളത്. നമ്മുടെ മുന്നിൽ ലഭിക്കുന്ന സമയങ്ങൾ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ വളരെ വിലപ്പെട്ട സമയങ്ങളാണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെട്ടാൽ അതിലേക്ക് നമുക്ക് തിരിച്ചെത്താനായിട്ട് കഴിയില്ല. വളരെ പ്രായമായ 90 വയസ്സുള്ള ഒരു പിതാവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അപ്പച്ച ജീവിതം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന ആ പിതാവ് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, എന്ത് പറയാനാണ് എന്റെ മോനെ, മര്യാദയ്ക്ക് ഒന്ന് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും സമയം തീർന്നു. ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പൂർണ്ണമാക്കാൻ കഴിയാതെ, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പാതി വഴിയിൽ ഈ മണ്ണ് വിട്ട് പടിയിറങ്ങി പോകുന്ന ജീവിതങ്ങളെ നമുക്ക് ഒരുപാട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ, എന്താണോ തങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യത്തിലേക്ക് എത്തിച്ചേരാൻ, അതിന്റെ പകുതി ദൂരം പോലും എത്തിച്ചേരാൻ കഴിയാതെ ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോകുന്ന ആ നിലയിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് അവസാന സമയങ്ങളിൽ പരിതപിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ മുന്നിലെ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതിന്റെ ഒരു നിമിഷം പോലും നമ്മൾക്ക് അനാവശ്യമായി ഉണ്ടും ഉറങ്ങിയും കളയാനുള്ളതല്ല ഈ സമയം. നമ്മെ വിളിച്ച, നമ്മെ വേർതിരിച്ച, നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമുക്ക് വേണ്ടി രക്തമൊഴുക്കിയ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആയി തീരണമെന്നുള്ള ഒരു ചിന്ത ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അങ്കുരിക്കുവാൻ ഈ സന്ദേശം കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. ഒരിക്കലും ഒരു പ്രസിദ്ധനായ ചിത്രകാരൻ, അവൻ സമയത്തിന്റെ ആ വേഗതയെ കാണിക്കുന്ന ഒരു ചിത്രം വരയ്ക്കാനിടയായി. ആ ചിത്രം ഇങ്ങനെയാണ്: അതിവേഗം ഓടുന്ന ഒരു രഥം, ആ രഥം വലിക്കുന്നത് 4 കാട്ട് കുതിരകളാണ്. മെരുങ്ങാത്ത 4 കാട്ടുകുതിരകളാണ് ഈ രഥം വലിച്ചുകൊണ്ട് ഓടുന്നത്. രഥം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുക. രഥം നിയന്ത്രിക്കുന്നതോ അനുസരണമില്ലാത്ത താന്തോന്നികളായ തന്റെ അടികളായ 2 ചെറുപ്പക്കാർ. ആ രഥം എങ്ങനെയായിരിക്കും പോവുക? ഒന്നാമതെ അനുസരണമില്ലാത്തവരാണ് തെളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കുതിരകൾ മെരുക്കമില്ലാത്ത കാട്ടുകുതിരകളാണ്. രഥം അതിവേഗം ലഗാനമില്ലാതെ എന്ന് പറയത്തക്ക നിലയിൽ യാതൊരു നിയന്ത്രണമില്ല രഥം ഓടിക്കൊണ്ടിരിക്കുക, ശരവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ പശ്ചാത്തലത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അസ്തമന സൂര്യന്റെ ചിത്രം. അത് കടലിലേക്ക് താഴാനായിട്ട് പോവുകയാണ്. ഈ ചിത്രം എന്താണ് വിളിച്ചറിയിക്കുന്നത്? എന്താണ് നമ്മോട് സംസാരിക്കുക? എന്തെങ്കിലും കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ചിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, സമയം വളരെ വേഗത്തിൽ വിട്ട് കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ ചിത്രം നമ്മെ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം നാം ഓർക്കണം, സമയം വളരെ വിലയേറിയതാണ്. ഇത് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരിക്കലും ഇത് തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഈ സമയത്തിന്റെ വില നാം ജീവിതത്തിൽ മനസ്സിലാക്കണം എന്ന കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത്. കാലവും അല്ലെങ്കിൽ സമയവും തിരമാലകളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. അത് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തനായ മോശ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. നമുക്കറിയാം, ഇന്ന് 40 വയസ്സായിരിക്കുന്ന ഒരു വ്യക്തി 60 വയസ്സ് വരെ ജീവിക്കും എന്നിരിക്കട്ടെ. 40 വയസ്സായി, ഇപ്പോൾ ഓൾറെഡി 40 വയസ്സ് ജീവിച്ചു കഴിഞ്ഞു. ആ വ്യക്തി ഒരു 60 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ അവൻ ആയുസ് 20 വർഷം കൂടി നീട്ടിക്കിട്ടുക. ആ 20 വർഷത്തെ നമ്മൾ ദിവസങ്ങളായി കണക്കാക്കിയാൽ നമ്മുടെ മുന്നിലുള്ള ദിവസം എന്ന് പറയുന്നത് 7300 ദിവസം മാത്രമാണ്. വർഷങ്ങൾ പറയുമ്പോൾ നമുക്ക് 20 വർഷം എന്ന് പറയാമെങ്കിൽ പോലും, 20 വർഷം ജീവിക്കാം എന്ന് പറയാമെങ്കിൽ പോലും, മണിക്കൂറുകൾ എടുക്കുമ്പോൾ
ചില്ലറ മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. അതും അത്രയും ഉണ്ടാകുമോ എന്ന് ആർക്കറിയാം? നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു ഉറപ്പുള്ളത്? ഇത്ര വർഷം ഞാൻ ജീവിക്കുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഉറപ്പും നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. 20 വർഷം ജീവിച്ചാൽ, ഇനിയും 10 വർഷം ജീവിച്ചാൽ, 5 വർഷം ജീവിച്ചാൽ അത് ജീവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആയുസിന്റെ നമുക്ക് ലഭ്യമാക്കുന്ന നിമിഷങ്ങളുടെ വില നാം ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് വിനിയോഗിക്കണം. സമയത്തെ തക്കത്തിന് ഉപയോഗിക്കുന്നവരായി, സമയത്തെ തക്കത്തിന് കൈകാര്യം ചെയ്യുന്നവരായി ഈ ദിവസങ്ങൾ നമ്മൾ മാറേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് പണമേ ഉള്ളെങ്കിൽ നാം അത് അടിയന്തരമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് പണമുള്ളവർ വളരെ ദൂരത്തടിക്കുന്നു, ലാവിഷായിട്ട് ജീവിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർ അവരുടെ ജീവിതം ആഘോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. എന്നാൽ വളരെ കുറച്ച് പണം മാത്രം കയ്യിലുള്ളവർ, അക്കൗണ്ടിലുള്ളവർ, പോക്കറ്റിലുള്ളവർ വളരെ പരിമിതമായ നിലകളിൽ വളരെ ശ്രദ്ധയോടെയാണ് അത് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങളെ തിരിച്ചറിഞ്ഞ് വളരെ സൂക്ഷ്മതയുള്ളവരായി, വളരെ ശ്രദ്ധയുള്ളവരായി നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഇടയായി തീരണം. പണം നഷ്ടമായാൽ നമുക്ക് അതെങ്ങനെയും സമ്പാദിക്കാൻ കഴിയും. ആരോഗ്യം നഷ്ടമായാൽ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. സമയം നഷ്ടമായാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. സമയം വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്. രണ്ടാമത്തെ ചിന്ത നെയ്ത്തുകാരി നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ബന്ധങ്ങൾ വിലയേറിയതാണ്. നമ്മുടെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, മക്കളോടുള്ള ബന്ധങ്ങൾ, സമൂഹത്തോടുള്ള കടപ്പാടുകൾ, ബന്ധങ്ങൾ, സഭയോടുള്ള ബന്ധങ്ങൾ എല്ലാം വളരെ വിലപ്പെട്ടതാണ് എന്ന് ഈ നെയ്ത്തുതറി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നെയ്ത്തുതറിയിൽ വസ്ത്രം നെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നൂല് കെട്ടുകുടുങ്ങിയാൽ, ഒരു ഇണപ്പിഴക്കമുണ്ടായാൽ അത് ആ സമയത്ത് തന്നെ ആ നെയ്ത്തുകാരൻ അതിന്റെ കേടുമാറ്റി അത് തുടർന്ന് നെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അവന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല എങ്കിൽ അവൻ നെയ്തു വരുന്ന ആ തുണി, ആ വസ്ത്രം അത് ഒരു ഉപയോഗശൂന്യമായ നിലയിൽ, അല്ലെങ്കിൽ അത് വളരെ നിസ്സാരമായ വിലയ്ക്ക് അത് വിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക്, എത്ര വില കൂടിയ എത്ര നല്ല നൂല് കൊണ്ടാണ് അത് തയ്യാറാക്കിയെങ്കിൽ പോലും അത് മാറ്റി വെക്കേണ്ടുന്ന ഒരു സാഹചര്യം ആ നൂല് പൊട്ടുന്നത് നിമിത്തം, ആ ബന്ധം, ആ ഇഴ പൊട്ടു നിമിത്തം ഉണ്ടായിത്തീരും. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, നമ്മുടെ ബന്ധങ്ങൾ എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ അത് വളരെ സൂക്ഷ്മമായി നാം കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നൂല് പോലും പൊട്ടിപ്പോകാതെ, ഒരു ബന്ധങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട, ഇതെല്ലാം ചേർന്നാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. വലുതും ചെറുതുമായ ബന്ധങ്ങൾ കൂടി ചേർന്നതാണ് മനുഷ്യ ജീവിതം. ആരെയും ചെറുതെന്ന് പറഞ്ഞ് അവഗണിക്കാനോ ആരെയും വലിയവരെന്ന് പറഞ്ഞ് മാറോട് ചേർക്കാനോ നമുക്ക് ആവശ്യമില്ല. എല്ലാ ബന്ധങ്ങളും നമുക്ക് അത്യാവശ്യമാണ്. ഒന്നുപോലും നമ്മുടെ പിടിപ്പുകേട് കൊണ്ട്, നമ്മുടെ പ്രയാസം കൊണ്ട്, നമ്മുടേതായ ബുദ്ധിമുട്ട് കൊണ്ട്, നമ്മുടേതായ ഇടപെടലുകൾ കൊണ്ട് നഷ്ടപ്പെട്ടു വരടയാകരുത്. എല്ലാ ബന്ധങ്ങളെയും വളരെ ശ്രദ്ധയോടെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഒന്നുപോലും നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് കാത്തു സൂക്ഷിക്കണം. യോസേഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന വാക്കുണ്ട്. യോസേഫിനെ ഒറ്റപ്പെടുത്തി, അവനെ പൊട്ടക്കല്ലിലിട്ടു, അവനെ മിസ്രൈമിലെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. അവൻ സഹോദരന്മാരുടെ ആ ചെയ്തി നിമിത്തം അനുഭവിച്ച നരകയാതന, ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞ അവസാനം അവൻ മിസ്രൈമിലെ പ്രധാനമന്ത്രിയാകുന്നു. തന്റെ സഹോദരന്മാർ അവന്റെ മുന്നിൽ വരുന്നു. തമ്മിൽ കാണുന്ന സമയത്ത് യോസേഫ് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ എന്നെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞതല്ല, എന്നെ നമ്മളെല്ലാവരും ഈ ക്ഷാമകാലം നശിച്ചു പോകാതിരിക്കേണ്ടത് ദൈവം ഇവിടേക്ക് അയച്ചതാണ് എന്നാണ് യോസേഫ് പറയുന്നത്. ആ ബന്ധത്തെ അവൻ ഊട്ടിയുറപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അറ്റുപോയ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന, നെയ്തെടുക്കുന്ന, പണിതെടുക്കുന്ന ഒരു യോസേഫിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം ലൂത്തിനോട് പറയുകയാണ്, അബ്രഹാമിന്റെ ഇടയന്മാർ, ലൂത്തിൽ ഇടയന്മാർ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായി. അബ്രഹാമിനാണ് ദൈവം വിളിച്ചത്, അബ്രഹാമാണ് ദൈവശബ്ദം കേട്ടത്, അബ്രഹാമാണ് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്. എന്നിട്ടും അബ്രഹാം ലൂത്തിനോട് പറയുകയാണ്, സഹോദര, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഒന്നാമത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ലൂത്തിന് കൊടുക്കുകയാണ്. അല്ല, ഞാനാണ് ദൈവവിളി കേട്ടത്, ഞാൻ പോകുന്നു വലത്തേക്ക്, നീ ഇടത്തേക്ക് വയ്ക്കൂ, ഞാൻ ഇടത്തേക്ക് പോകുന്നു, നീ വലത്തേക്ക് വയ്ക്കൂ എന്നല്ല അബ്രഹാം അവിടെ പറയുന്നു. ആ ബന്ധം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, ആ കണ്ണി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് പൊട്ടിപ്പോകരുത് എന്ന് അബ്രഹാം അവിടെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ
ആത്മാവിന്റെ വല്ല ആശ്വാസവും കൂട്ടായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏകമനസ്സുള്ളവരായി ഏകഭാവമുണ്ട് ഐക്യമത്യപ്പെട്ട് ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയിൽ എന്ന് പറയുന്നുണ്ട്. ഷാഢ്യത്താല ദുരഭിമാനത്താൽ ഒന്നും ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, ബന്ധങ്ങൾ വിലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെട്ടു നമ്മൾ അനുവദിക്കരുത്. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. ക്രിസ്തുയേശുള്ള ഭാവം അതന്നെ നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ഒരു കാര്യം ഓർക്കണം. എല്ലാ ബന്ധങ്ങൾക്കും നാം മൂല്യം കൽപ്പിക്കുന്നവരായി മാറണം. ഒരാളെ പോലെ അവഗണിക്കാനിടയായി തീരരുത്. കുറ്റങ്ങൾ കണ്ടേക്കാം, കുറവുകൾ കണ്ടേക്കാം, വീഴ്ചകളോ ബലഹീനതകളോ ഉണ്ടായേക്കാം. എന്നാൽ ഒന്നിനെ തള്ളിക്കളയാനിടയാകാതെ അറ്റുപോകുന്ന കണ്ണികളെ ചേർത്ത് ബന്ധം ദൃഢമാക്കി കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാകണം. സമയം വിലയേറിയതാണ്. ബന്ധങ്ങൾ അതിന് മൂല്യമുള്ളതാണ്. ഒരിക്കലും നമ്മളത് മറക്കാനിടയായി തീരരുത്. അടുത്തൊരു ചിന്ത എന്ന് പറയുന്നത് കൃത്യമായ ഒരു കർമ്മ പദ്ധതി നമുക്കുണ്ടായിരിക്കണം. നെയ്ത്തുകാരൻ ഒരു പ്രത്യേക വസ്ത്രം നെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവന്റെ മനസ്സിൽ എന്താണോ നെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു രൂപരേഖ അവന്റെ മനസ്സിൽ ആരംഭത്തിൽ ഉണ്ടാകും. ഒരു വീട് പണിയാൻ പോകുന്ന ഒരു പ്ലാൻ ഉണ്ടാകും. വീട് പണിയുന്നതിന് മുൻപ് തന്നെ പ്ലാൻ ഉണ്ടാകും. ഇപ്പോഴൊക്കെ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ആ ബിൽഡിങ്ങിന്റെ വലിയ പിക്ചർ അത് പ്രദർശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കർമ്മ പദ്ധതി നമ്മുടെ മനസ്സിൽ നാം രൂപപ്പെടുത്തണം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാം എന്നുള്ള ആ നില മാറിയിട്ട് കൃത്യമായ ഒരു കർമ്മ പദ്ധതിയോടെ നാം ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകണം. സമയത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ്, സമയത്തിന്റെ വില തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള കർമ്മ പദ്ധതി നമ്മുടെ മനസ്സിൽ നാം രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശുശ്രൂഷ അതിന്റെ ഒരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. ദൈവം നമ്മെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. ദൈവം നമ്മെ ശക്തീകരിച്ചു. കർത്താവിന്റെ മഹാനിയോഗത്തിൽ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്ന പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാനിവിടെ കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും എന്ന കർത്താവിന്റെ വചനം. ആ വചനപ്രകാരം കർത്താവിന്റെ ദൂതുമായി കർത്താവിന്റെ സന്ദേശവുമായി ഇറങ്ങി പുറപ്പെടുന്ന നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവിക ആലോചന അത് കൃത്യമായും ആ ഒരു ദർശനം അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇപ്പോൾ ഞാനിത് ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു ദർശനം. എല്ലാവരും അരുതെന്ന് പറയുമ്പോഴും അവൻ പറയുകയാണ്, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി, അറസ്റ്റ് ചെയ്യപ്പെട്ടവനായി, ഒരു തടവുള്ളി അറസ്റ്റ് ചെയ്യുന്ന പോലെ പരിശുദ്ധാത്മാവ് ബന്ധിച്ച് പരിശുദ്ധാത്മാവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായി അവൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. അവിടെ കാണുന്ന അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കില്ല എന്ന് പറയുന്ന പൗലോസ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം പ്രാപിച്ചിരിക്കുന്ന ദർശനം, നാം പ്രാപിച്ചിരിക്കുന്ന ദൈവികമായ കാഴ്ചപ്പാടുകൾ, അതിനൊത്തവണ്ണം കൃത്യമായ ആ കർമ്മ പദ്ധതി നടപ്പിൽ വരുത്തുവാൻ വളരെ ശ്രദ്ധയോടെ നാം മുന്നോട്ട് പോകണം. ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ദൈവവേലയിൽ ശോഭിക്കുവാനോ പ്രയോജനപ്പെടുവാനോ നമുക്ക് സാധ്യമല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് നമുക്ക് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ദൈവഹൃദയത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ നമ്മെ കുറിച്ചുള്ള താല്പര്യങ്ങളെ മനസ്സിലാക്കി നാം മുന്നോട്ട് പോകുന്നതാണ് കുറെ കൂടി ഉത്തമം, കുറെ കൂടി നന്നാവുക എന്ന് ഈ കാര്യത്തിൽ നിന്നും ഈ നെയ്ത്തോടത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഈ പറയുന്നു, എന്റെ നാളുകൾ നെയ്ത്തോടങ്ങളിലും വേഗതയേറിയത്. ഒരൊറ്റ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാലാമതൊരു ചിന്ത, ശക്തി കേന്ദ്രവുമായി ഈ നെയ്ത്തോടം ബന്ധപ്പെട്ടിരിക്കുന്നു. നെയ്ത്ത് തറികൾ രണ്ടു തരത്തിലുണ്ട്. കൈത്തറിയുണ്ട്, ഇലക്ട്രിക് തറിയുണ്ട്. കൈത്തറി മനുഷ്യന്റെ കായികമായ ശക്തി കൊണ്ട് അത് നെയ്തെടുക്കുന്നതാണ്. അത് ഇന്നും ഉണ്ട്. പല സ്ഥലങ്ങളിലും ഇന്നും നെയ്ത്ത് തറി കൈത്തറി ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് തറിയുണ്ട്. ഇലക്ട്രിക് തറിയുടെ പ്രത്യേകത, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യാനായിട്ട് കഴിയും. അതിന് വളരെ വേഗതയിലായിട്ട് ജോലി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിന് കഴിയും എന്നുള്ളതാണ് ഇലക്ട്രിക് തറിയുടെ പ്രത്യേകത. അത് ഏറ്റവും പ്രധാനമായ കാര്യം, അതവരുടെ മാൻ പവർ അല്ല അതിനകത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നത്, മറിച്ച് വേറൊരു ഇലക്ട്രിക്കിന്റെ വൈദ്യുതിയുടെ ശക്തിയാണ്.
ഇതുപോലെ നാം നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ, നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ, നമ്മുടേതായ ബന്ധങ്ങളിൽ ആശ്രയിക്കാതെ, സമ്പത്തിൽ ആശ്രയിക്കാതെ, ഉണ്ടായിക്കൊള്ളട്ടെ, എല്ലാം നമുക്ക് ആവശ്യമാണ്, അപ്പോൾ തന്നെ അതിനേക്കാൾ എല്ലാം അപ്പുറമായി ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക. ദൈവം ആ ശക്തി കേന്ദ്രവുമായി നാം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവേ, അവിടുത്തെ അത്യന്ത ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, ആ ശക്തിയാൽ എന്നെ ബലപ്പെടുത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന അനുദിന ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ മിനിസ്ട്രി ശക്തമാകുവാൻ, നമ്മുടെ ശുശ്രൂഷ പ്രബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ, തലകുനിഞ്ഞു പോകാതെ, താണുപോകാതെ, നേരോടെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിക്കുവാൻ, ഉറപ്പോടെ നിൽക്കുവാൻ, ശക്തമായ പ്രതികൂലത്തിന്റെ കാലഘട്ടങ്ങളാണ് ഇനി മുന്നിലുള്ളത്. എന്തൊക്കെയാണ് നമ്മുടെ ശുശ്രൂഷയിൽ ഇനി നേരിടേണ്ടി വരിക എന്ന് നമുക്കറിയില്ല. ഞാനൊക്കെ വളരെ പ്രതിസന്ധിയിലൂടെ, പ്രയാസത്തിലൂടെ സുവിശേഷ വിരോധ തിങ്ങിപ്പാർക്കുന്ന ദേശത്ത് പ്രവർത്തിക്കുന്നതാണ്. കോഴിക്കോട് നോർത്ത് ഭാഗങ്ങൾ വളരെ പ്രതിസന്ധികളുള്ള ഒരു ഏരിയയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു ദിവാസന് പരിശോധന പോയ സമയത്ത് അടി കിട്ടാനൊക്കെ ഇടയായി തീർന്നു. ആ നിലകളിൽ വളരെ ശക്തമായ എതിർപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ശക്തി പോരാ, നമ്മുടെ കഴിവ് പോരാ, നമ്മുടെ സാഹചര്യങ്ങൾ പോരാ. അതിൽ നമ്മൾ ആശ്രയിച്ചാൽ ലജ്ജിക്കേണ്ടി വരും, പരാജയപ്പെട്ടു പോകും. എന്നാൽ ഉയരത്തിലെ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ശക്തി കേന്ദ്രവുമായി നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ പ്രവർത്തനത്തിന് ഒരു വിശാലത ഒരുക്കാനിടയായി തീരും. ദൈവാനുഗ്രഹം അതിന്റെ മേൽ ഇറങ്ങി വരുവാനിടയായി തീരും. യേശു ക്രിസ്തു ആ തിരയുടെ മുകളിലൂടെ യേശു നടക്കുക. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആ തടാകത്തിലെ തിരമാല അവരുടെ തലയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. എന്നാൽ യേശു, പിതാവുമായി നിരന്തര ബന്ധമുള്ള യേശു, ആ തിരയുടെ മുകളിലൂടെ നടക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കയറി വരുമ്പോൾ അതിന് മുകളിലൂടെ നടക്കുവാൻ, അതിന് മുകളിലൂടെ പാദം വെച്ച് മുന്നേറുവാൻ ദൈവം കൃപ തരേണ്ടതിന് വേണ്ടി ഉയരത്തിലെ ശക്തി കേന്ദ്രവുമായി നാം ഈ ദിവസങ്ങളിൽ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മോശ ചെങ്കടലിന് മുന്നിൽ നിസ്സഹായനായി നിൽക്കുകയാണ്. എന്നാൽ മോശയോട് ദൈവം പറയുകയാണ്, നീ വടിച്ചെങ്കടൽ നീട്ടുക. മോശ ചെങ്കടൽ നേരെ വടി നീട്ടിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായി പിളർന്നു. ദൈവവുമായി നിരന്തര ബന്ധമുള്ളവന്റെ മുന്നിൽ ചെങ്കടൽ രണ്ടായി ഒഴിമാറി. കൊയ്ത്തുകാലത്തൊക്കെയും കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, ആ യോർദാൻ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ പാദം മുട്ടിയപ്പോൾ അത് രണ്ടായി പിളർന്നു മാറാനിടയായി തീർന്നു. അതുപോലെ ഈ ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ നിന്ന് പ്രതിസന്ധികൾ, നമ്മുടെ മുന്നിൽ നിന്ന് എതിർപ്പുകൾ, ഭീഷണികൾ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുവാൻ നമുക്ക് നിരന്തരമായി ശക്തി കേന്ദ്രവുമായി നമ്മുടെ പിതാവായ ദൈവവുമായി ഒരു നല്ല ബന്ധമുണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഈ ദിവസങ്ങളിൽ നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ പറയാണ്, എന്റെ നാളുകൾ നെയ്ത്തോടങ്ങളിലും വേഗതയുള്ളതാണ്. നെയ്ത്തോടങ്ങളിലും വേഗതയുള്ള നാളുകളാണ്. പക്ഷേ നമ്മുടെ നാളുകളിൽ നമുക്ക് ഈ ദിവസങ്ങൾ തിരിച്ചറിയാം. അതിന്റെ വില നമുക്ക് തിരിച്ചറിയാം. അതിന്റെ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ ഇടയായി തീരട്ടെ. നമുക്ക് കൃത്യമായും നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ആ വില മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാം. ഒരിക്കലും നമ്മുടെ ഒരു ബന്ധം പോലും അറ്റുപോകാനിട വരാതെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ശക്തി കേന്ദ്രവുമായി ഒരു നല്ല ബന്ധം ഈ ദിവസം ഉണ്ടാകട്ടെ. ദൈവത്തെ കൂടാതെ നമുക്കൊന്നിനും കഴിയില്ല, ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യം. നമുക്ക് ഒരുപക്ഷെ സാഹചര്യം ഉണ്ടാകാം, സമ്പത്തുണ്ടാകാം, ബന്ധങ്ങൾ ഉണ്ടാകാം, കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായി നമ്മെ വേലയ്ക്ക് ഇറക്കി വിട്ട ദൈവമായ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഇടയായി തീരട്ടെ. നമ്മുടെ മനസ്സിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ദർശനം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുവാൻ ഇടയാകരുത്. ആ ദർശനത്തിനൊത്തവണ്ണം മുന്നേറുവാൻ, ആ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ സ്വർഗീയ ദർശനത്തോട് കീഴടങ്ങി ആ ദർശനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മെ സമ്പൂർണമായി സമർപ്പിച്ച് ഈ വചനങ്ങളെ നമുക്ക് ഹൃദയത്തിൽ നിന്ന് പ്രഭാതത്തിൽ ഏറ്റെടുക്കാം. ഒരു വഴികാട്ടിയായി, ഒരു പ്രകാശമായി ഈ വചനങ്ങൾ ഇന്ന് പകൽ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സമയമാകട്ടെ. എല്ലാവർക്കും ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. അവസരം കർത്താവിനോട് ദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും
ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിഹിതമായ സന്ദേശം നമ്മളെ കേൾപ്പിച്ചത് ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറയാവുന്ന നാളുകൾ എണ്ണപ്പെട്ടതാണ്. വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസ്ഥിതിയിലായിരിക്കണമെന്നും നാം കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. KV രാജൻ സാറ് പ്രാർത്ഥിക്കുകയും ജോൺ സ്ക്രിയാച്ചാൻ ആശീർവാദം പറയുകയും ചെയ്യുക ഇടയാക്കണം. ജോൺ മാത്യു ചാൻ ആശീർവാദം